കോൺഗ്രസ് പ്രസിഡന്റ് ഖാർഗെ ഇപ്പോൾ പറയുന്നത് ഗംഗയിൽ മുങ്ങിയാൽ പട്ടിണി മാറുമെന്നാണ്. ഗംഗയിൽ മുങ്ങിയാൽ പട്ടിണി മാറുമോ എന്ന് ചോദിച്ചാൽ പട്ടിണി മാറും. കാരണം ഖാർഗെയുടെ പ്രസംഗം മുഴുവൻ രൂപത്തിൽ മലയാളത്തിലെ പത്രങ്ങൾ, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഖാർഗെ പറഞ്ഞത് എന്താണെന്ന് ഞാൻ മുഴുവൻ പറയാം. അത് കേൾക്കുമ്പോൾ ഖാർഗെ ഉദ്ദേശിച്ചത് എന്താണെന്ന് ആൾക്ക് മനസ്സിലാവും. പക്ഷേ അതിനു മുമ്പ് ഈ ചോദ്യം ഉണ്ടല്ലോ, ഗംഗയിൽ മുങ്ങിയാൽ പട്ടിണി മാറുമോ എന്നുള്ളത്. ഇപ്പോൾ കുംഭമേള നടക്കുന്നു. കുംഭമേളയ്ക്ക് 35 കോടി വരുമെന്ന് പറഞ്ഞ് ആളുകൾ പ്രതീക്ഷിച്ചു. പിന്നെ 40 കോടി പ്രതീക്ഷിച്ചു. ഇപ്പോൾ ലോകത്തെ മാധ്യമങ്ങൾ പറയുന്നത് 45 കോടിയും കടന്ന് ആളുകൾ പോകും. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ആളുകൾ വരിക. UAE പോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ വരുന്നു. അവർ പ്രതിനിധി സംഘത്തെ അയക്കുന്നു. ഒരു വനിതയാണ് അവരെ നയിക്കുന്നത്, അതും തട്ടമിടാത്ത വനിത. നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലോകം മുഴുവൻ അത്ഭുതത്തോടെ കണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന തീർത്ഥാടനമായി കുംഭമേള മാറി. കുംഭമേള അങ്ങനെ ചോദ്യം ചെയ്യാനാവാത്ത ഒരു മഹാ റിലീജിയസ് ഈവൻ്റായിട്ട് ലോകം അംഗീകരിച്ചു കഴിഞ്ഞ സമയത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് തികച്ചും ആത്മഹത്യാപരമായ ഒരു പ്രസ്താവനയായിട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം എക്കണോമിക് ടൈംസ് പറഞ്ഞിട്ടുണ്ട്. എക്കണോമിക് ടൈംസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ആധികാരികമായ സാമ്പത്തിക ദിനപത്രമാണ്. എക്കണോമിക് ടൈംസ് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ UP സർക്കാർ 6100 കോടി രൂപ കുംഭമേളയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. അതിൽ നിന്ന് വരുമാനം കിട്ടാൻ പോകുന്നത് 2 ലക്ഷം കോടി രൂപയാണ്. 2 ലക്ഷം കോടി രൂപ സർക്കാരിന് വരുമാനം കിട്ടുന്നു 6100 കോടി രൂപ മുടക്കുമ്പോൾ. അത് എത്ര ദിവസം കൊണ്ടാണ്? 40 ദിവസം കൊണ്ട്. ലോകത്ത് ഇത്രയും കുറഞ്ഞ കാലയളവിൽ മുടക്കുമുതലിൻ്റെ പല മടങ്ങ്, അനേക മടങ്ങ് വരുമാനം കിട്ടുന്ന ഒരു സംരംഭം വേറെ ഏതുണ്ട്? നമുക്ക് സാമ്പത്തിക ശാസ്ത്രപരമായി ചിന്തിക്കാം. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് കണക്ക് എക്കണോമിക് ടൈംസ് പറയുന്നതാണ് ഞാൻ പറയുന്നത്, വേറെ ഒന്നും അല്ല. അതായത് ഹോസ്പിറ്റാലിറ്റി രംഗം, അതിനകത്ത് 5 ലക്ഷം തൊഴിലവസരങ്ങളുണ്ടാവും. പിന്നെ എയർലൈൻസ് ആൻഡ് എയർപോർട്ട്, ഈ മേഖലയിൽ 1.5 ലക്ഷം തൊഴിലവസരങ്ങൾ പുതുതായി ക്രിയേറ്റ് ചെയ്തു. ഈ 40 ദിവസത്തേക്കേ ഉള്ളൂ. 40 ദിവസമെങ്കിൽ 40 ദിവസം. ഇനി ടൂർ ഓപ്പറേറ്റർമാർക്ക് 2.5 ലക്ഷം തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. സ്പെഷ്യൽ ടൂറിസം പ്രോജക്റ്റുകൾക്ക് ആയിട്ട് 6 ലക്ഷം തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ 15 ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടായി ഈ 40 ദിവസത്തേക്ക്. അപ്പോൾ അവിടെ അത് സ്ഥിരമായിട്ടല്ലല്ലോ, 15-40 ദിവസത്തേക്കല്ലേ. 40 ദിവസത്തേക്ക് ഇത്രയും പുതിയ തൊഴിലുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എത്ര കോടി രൂപ ആളുകൾക്ക്, തൊഴിലെടുത്ത ആളുകൾക്ക് വേതനമായി കിട്ടി? അത് കണക്കാക്കപ്പെടുന്നില്ല. അപ്പോൾ രാജ്യത്തെ സംബന്ധിച്ച് ഇത് നമ്മൾ ബിസിനസ് ആംഗിളിൽ ഒരു നിക്ഷേപം നടത്തി 6100 കോടി രൂപ നിക്ഷേപിച്ചപ്പോൾ 15 ലക്ഷം തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയും പിന്നെ 2 ലക്ഷം കോടി രൂപ വരുമാനം ഉണ്ടാവുകയും ചെയ്ത ഒരു മഹാ ഇവൻ്റല്ലേ, മഹാ എക്കണോമിക് എന്താണ്, സാമ്പത്തികമായ ഒരു അത്ഭുതമാണ്, അതിലൊരു ഫിനോമിനനാണ്. അതിനെ അംഗീകരിക്കേണ്ടത്. ഇത് പറയുന്നത് BJP അല്ല, കേന്ദ്ര സർക്കാരല്ല, ഇന്ത്യയിലെ സ്വതന്ത്രമായ പലപ്പോഴും BJP വിരുദ്ധ നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ടൈംസ് ഓഫ് ഇന്ത്യ ദിനപത്രത്തിൻ്റെ സാമ്പത്തിക ദിനപത്രമായ എക്കണോമിക് ടൈംസാണ്. അപ്പോൾ ഇന്ത്യക്ക് ഇത്രയും കൂടി വരുമാനം ഉണ്ടാവുന്നതിലാണോ ഖാർഗെയ്ക്ക് കടി? നമ്മൾ ചോദിക്കണം, നമ്മൾ ആ വാക്ക ഉപയോഗിക്കണം. ഇതൊരുമാതിരി ചൊറിച്ചിലാണ്, അസഹിഷ്ണുതയുടെ ചൊറിച്ചിലാണ്. സാമ്പത്തികമായ വരുമാനം ഉണ്ടാവുന്നു, തൊഴിലവസരങ്ങൾ ഉണ്ടാവുന്നു. പിന്നെ മറ്റൊന്ന്, പിന്നെ അദ്ദേഹം ചോദിക്കുന്നു പട്ടിണി മാറുമോ? എടാ 10 വർഷം 11 വർഷമല്ലേ ആയുള്ളൂ മോദി ഭരിക്കാൻ തുടങ്ങിയിട്ട്. 65 വർഷം ഭരിച്ചതാരാ? കോൺഗ്രസ് പാർട്ടിയാ. അന്നു മാറാത്ത 65 വർഷം, 6.5 ദശാബ്ദം ഭരിച്ചിട്ട് മാറ്റാത്ത പട്ടിണി 11 വർഷം കൊണ്ട് മോദി മാറ്റണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? എന്നിട്ടോ മോദി ഇപ്പോൾ എന്ത് ചെയ്തു? ദാരിദ്ര്യം മാറി 80 കോടി ആളുകൾക്ക് സൗജന്യ റേഷൻ കൊടുക്കുന്നുണ്ടല്ലേ. UN-ൻ്റെ തന്നെ റിപ്പോർട്ട്, UN-ലെ ലോകത്തിലെ ഹങ്കർ ഇൻഡെക്സ് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകളുടെ കണക്കുകളൊക്കെ UN-ൽ പറയാറുണ്ട്. അതനുസരിച്ച് UN-ൻ്റെ റിപ്പോർട്ട് പറയുന്നത് 25 കോടി ആളുകളുടെ പട്ടിണി ഇന്ത്യയിൽ മാറി. കാരണം 80 കോടി ആളുകൾക്ക് സൗജന്യ റേഷൻ കൊടുക്കുന്ന പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയതുകൂടി പുതുതായി 25 കോടി ആളുകൾ ഈ ഹങ്കർ ഇൻഡെക്സിൻ്റെ മുകളിലേക്ക് വന്നു. ഇത് പറയുന്നത് BJP അല്ല, RSS അല്ല, സംഘപരിവാരമല്ല, ഇന്ത്യ അല്ല, കേന്ദ്ര സർക്കാരുമല്ല, ഐക്യരാഷ്ട്രസഭയാണ്. ഐക്യരാഷ്ട്രസഭയുടെ പേരിൽ അല്ലെങ്കിൽ കുറേ കടലാസ് സംഘടനകളുടെ റിപ്പോർട്ടൊക്കെ എടുത്തിട്ട് പട്ടിണിയിൽ, സന്തോഷത്തിൽ പാകിസ്ഥാനെയും ബംഗ്ലാദേശിനേക്കാളും പുറകിലാണ് ഇന്ത്യ എന്നൊക്കെ റിപ്പോർട്ട് ഉണ്ടാക്കുന്നവർ ഇത് പറയത്തില്ല. ഐക്യരാഷ്ട്രസഭ പറയുന്നു 25 കോടി ആളുകൾ
കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ദാരിദ്ര്യത്തിൻ രേഖയ്ക്ക് മുകളിലേക്ക് വന്നു. അതിന് കാരണം കഴിഞ്ഞ 5 വർഷക്കാലം, ഇത് 6ാമത്തെ വർഷവും തുടരുന്ന ഏതാണ് 80 കോടി ആളുകൾക്കുള്ള സൗജന്യ റേഷനാണ്. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ സർക്കാർ പണം ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റൊന്നുകൂടെ നോക്കണം. നമ്മൾ ഇന്ത്യയിൽ എവിടെ പോയാലും ഹജ്ജ് ഹൗസുകളുണ്ട്. അതെ, സർക്കാരിൻ്റെ കാശ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാ. ഇനി ഹജ്ജിന് പോകുന്നവർക്ക് സബ്സിഡി ഉണ്ടായിരുന്നു ഈ രാജ്യത്ത്, ഉണ്ടായിരുന്നില്ലേ? അതെ. അപ്പോൾ ഇതൊക്കെ ആരാ? അപ്പോൾ മതപ്രീണനം എന്ന് പറയുന്നത് ഇക്കാലം അത്രയും നടത്തിക്കൊണ്ടിരുന്ന ആരാണ്? കോൺഗ്രസ് സർക്കാർ. ഈ ഹജ്ജിന് കോൺഗ്രസ് സർക്കാരാണ്. ഇനി ഹജ്ജിന് പോകുന്ന വഴി ഇന്ത്യൻ എക്കണോമി, നമ്മുടെ എക്കണോമിക്ക് എത്ര ലക്ഷം കോടി രൂപ കിട്ടി ഒന്ന് പറഞ്ഞതാ. കയ്യിൽ നിന്ന് കാശ് പോകുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതെ. അപ്പോൾ ഈ ഹിന്ദു മതത്തിൻ്റെ ഒരു വിശ്വാസം കുംഭമേള വന്നപ്പോൾ സർക്കാർ പണം മുടക്കിയെങ്കിൽ സർക്കാരിന് 15 ലക്ഷം തൊഴിലവസരങ്ങൾ പുതുതായിട്ടുണ്ടായി, 2 ലക്ഷം കോടി രൂപയുടെ വരുമാനം ഉണ്ടായി. നിങ്ങളുടെ ഭരണകാലത്ത് നിരന്തരം കൊടുത്തുകൊണ്ടിരുന്ന ഹജ്ജ് സബ്സിഡി വഴി എത്ര തൊഴിലവസരങ്ങളുണ്ടായി? എത്ര ലക്ഷം വേണ്ട, ഒരു 10,000 കോടി ഇന്ത്യയിൽ റവന്യൂ ഉണ്ടായോ? ഇല്ലല്ലോ. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. പിന്നെ പൊതുഖജനാവിലെ കാശെടുത്ത് പ്രധാനമന്ത്രിമാർ ഇഫ്താർ വിരുന്ന് നടത്തിയിട്ടില്ലേ? അത് മതപ്രീണനമായിരുന്നില്ലേ? ഇപ്പോൾ ഇതിനകത്ത് പ്രശ്നം എന്താണെന്നറിയാമോ? അപ്പം ഇത് ലോകത്തിന് മുമ്പിൽ ഭാരതം വലിയൊരു സംഭവം. ഇത്രയും 45 കോടിയോളം ആളുകൾ വരുന്ന ഒരു വലിയ മഹാ ഈവൻറ്റിനെ, ഞാൻ ഈവൻ്റ് എന്ന് തന്നെ പറയാം, ഈവൻറ്റിനെ ഒരസ്വാരസ്യവുമില്ലാതെ ഒന്നാന്തരം മാനേജ്മെൻറ്റ് വൈഭവത്തോടെ കൈകാര്യം ചെയ്യുന്നു. അത് ലോകം അത്ഭുതപ്പെടുന്നു. എടാ, നമുക്കിപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഒളിമ്പിക്സ് നടത്താൻ നേരത്ത് പലരും ഇന്ത്യയിൽ ഒളിമ്പിക്സ് ഒക്കെ നടത്താൻ പറ്റുമോ? 100 ഒളിമ്പിക്സ് നടക്കുന്നതിന് തുല്യമായ പരിപാടിയാണ് കുംഭമേള നടക്കുന്നതല്ലേ? അതെ. ഇത്രയും ക്രൗഡ് വരുന്നുണ്ടോ? അവരെ ഒരു കുഴപ്പമില്ലാതെ അവിടെ പോയിരിക്കുന്ന ആളുകൾ പറയുന്ന ഒരു പോകുന്ന വഴികളിൽ ഒരു കടലാസ് കഷ്ണമില്ലാതെ, ഒരു മിഠായിയുടെ റാപ്പർ ഇല്ലാതെ അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും ഒന്നാന്തരം മാനേജ്മെൻറ്റ് നടത്തുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇനി മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ആളുകൾ വന്നിട്ട് അവിടെ ഗംഗാസ്നാനം ചെയ്യുന്നു. ഗംഗാസ്നാനം ചെയ്തിട്ട് അവർ അതിലൂടെ ഉണ്ടാവുമെന്നറിയാം, ഹിന്ദു യൂണിറ്റി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാകും. അതാണ് നിങ്ങളുടെ പ്രശ്നം. ഹിന്ദു എന്നൊരു ബോധം ഉണ്ടായി വരുന്നു. ഹിന്ദുക്കൾക്ക് ഒരു വലിയ ആവേശം. കുംഭമേള എൻ്റെ മഹോത്സവമാണ്, ഞാൻ പങ്കെടുക്കുക. കേരളത്തിൽ നിന്ന് പോലും ആളുകൾ പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മളെ വിളിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞില്ലേ, വണ്ടി കിട്ടുന്നില്ല, ട്രെയിൻ കിട്ടുന്നില്ല, ഫ്ലൈറ്റ് കിട്ടുന്നില്ല, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ച് ആളുകൾ പാനിക്കായിട്ട് കുംഭമേളയെക്കുറിച്ച് അങ്ങോട്ട് പോകാൻ കേരളത്തിൽ നിന്ന് പോലും ഈ ഇസ്ലാമിസ്റ്റ് ലെഫ്റ്റ് ലിബറൽ അധിനിവേശത്തിന് കീഴ്പ്പെട്ട് കഴിയുന്ന കേരളീയൻ്റെ മനസ്സിൽ പോലും മാറ്റമുണ്ടായി കുംഭമേളയ്ക്ക് പോകണമെന്ന് തോന്നുന്നു. ഈ കുംഭമേളയ്ക്ക് പോകുന്ന 45 കോടി ആളുകൾ BJP-കാരാണെന്നാണോ ഖാർഗെ കരുതിയിരിക്കുന്നത്? എത്ര നീചമായ പരാമർശമാണ്. ഖാർഗെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ ഗംഗയിൽ മുങ്ങിയാൽ പട്ടിണി മാറുമോ? രാജ്യം നന്നായി നടക്കുമോ? ഇത് പണ്ട് ആളുകൾ ചോദിക്കുവാണ്, റോക്കറ്റ് വിക്ഷേപിച്ചാൽ പട്ടിണി മാറുമോ എന്ന് ചോദിച്ചു. ഇപ്പോൾ നമ്മൾ ലോകത്തിലെ 3 രാജ്യങ്ങൾക്ക് മാത്രമുള്ള അത്യാധുനിക സ്പേസ് ടെക്നോളജി നമ്മൾ ആർജിച്ചു. സാറ്റലൈറ്റുകളുടെ ഡോക്ക് ചെയ്തു നമ്മളല്ലേ? അതെ. ഡോക്ക് ചെയ്ത് നമ്മുടെ ലോകത്താദ്യമായി സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു സാറ്റലൈറ്റ് വിക്ഷേപിച്ചത് നമ്മളാണ്, നമ്മുടെ ആദിത്യ. നമ്മളുണ്ടാക്കാൻ പോകുന്നു നമ്മുടെ സ്പേസ് സ്റ്റേഷൻ. അതിൻ്റെ തുടക്കമാണ് ഈ സാറ്റലൈറ്റ് ഡോക്കിങ് നമ്മൾ നടത്തിയത്. നമ്മളുണ്ടാക്കാൻ പോകുന്നു നമ്മുടെ സ്പേസ് സ്റ്റേഷൻ എന്ന് മാത്രമല്ല, അവിടേക്ക് നമ്മുടെ ഇന്ത്യക്കാരനെ അയക്കാൻ പോകുന്നു. ഗഗൻയാൻ വരാൻ പോകുന്നു. 2 വർഷത്തിനുള്ളിൽ അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് നമ്മളിപ്പോൾ. അങ്ങനെ രാജ്യം വലിയ തോതിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോഴും അന്ന് ചോദിച്ച ചോദ്യം വേറെ തരത്തിൽ ചോദിക്കുകയാണ്. ഗംഗയിൽ കുളിച്ചാൽ പട്ടിണി മാറുമോ? ഈ ആളുകൾക്ക് സന്തോഷമുണ്ടാവുമോ? ഗംഗയിൽ ഒന്നും അടുത്ത ചോദ്യം ഈ നീചനായ മനുഷ്യൻ ചോദിക്കുകയാണ്, ഗംഗയിൽ ഒന്നും മുങ്ങാനായിട്ട് ആയിരക്കണക്കിന് രൂപ എന്തിനാണ് കോടിക്കണക്കിന് ആളുകൾ മുടക്കുന്നത്? ഇവൻ്റെ അച്ചി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ കാശ്? ഓരോ മനുഷ്യനും അവൻ ആർജിച്ച് അവൻ പണിയെടുത്ത പണം അല്ലെങ്കിൽ സ്വരുക്കൂട്ടിയ പണമെടുത്ത് കുംഭമേളയ്ക്ക് പോയി അവിടെ മുങ്ങി നിവർന്നാൽ ഖാർഗയ്ക്ക് എന്തിനാണ് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. അത്ര ഇയാൾക്ക് ലജ്ജ തോന്നുന്നു. ആളുകൾ ഗംഗയിൽ പോയി ഒന്ന് കുളിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് രൂപ മുടക്കി അങ്ങോട്ട് പോകുന്ന കാണുമ്പോൾ എനിക്ക് അത്ഭുതവും ലജ്ജയും തോന്നുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഗുണം? ഇങ്ങനെ ചെയ്യുന്നവരെ കൊണ്ട് രാജ്യത്തിനൊരു ഗുണവുമില്ല. ഇവർ വീടിനകത്തിരുന്ന് അടച്ചിട്ട് പൂജിക്കുകയാണ് വേണ്ടത്. പൊതുനിരത്തിലേക്ക് ഇറങ്ങരുത് എന്ന് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ചോദിക്കാറുണ്ടോ? ഇയാളെ എന്തെങ്കിലും ചോദിച്ചു കേട്ടിട്ടുണ്ടോ? ഇവിടുന്ന് വിമാനം പിടിച്ച് സൗദി പോയിട്ട് സാത്താനെ കല്ലെറിയാൻ പോകുന്നുണ്ടല്ലോ, അതല്ലേ ഹജ്ജ്? അതെ. ആക്ഷേപിച്ച് പറയില്ല. ഹജ്ജിന് പോകുന്നതിന് വിശ്വാസപ്രകാരം സാത്താനെ കല്ലെറിയാൻ പോവുകയാണ്. ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഹജ്ജിന് പോയി സാത്താനെ കല്ലെറിയുക എന്ന അന്ധവിശ്വാസം പാലിക്കാൻ നിങ്ങൾക്ക് ലജ്ജയുണ്ടോ എന്ന്
ഖാർഗെ ചോദിക്കുമോ? അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല. ധൈര്യമില്ല, അവർ ബാക്കിയൂടെ വെട്ടിക്കളയും. അല്ല, എനിക്ക് അത്തരം വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരുന്നത് എൻ്റെ ആത്മരോഷം കൊണ്ടാണ്. കാരണം ഒരു മതവിഭാഗത്തെക്കുറിച്ച് എന്തും പറയാമെന്ന് കരുതുന്ന തരത്തിലേക്ക് അധപ്പതിക്കാൻ പാടില്ല ഖാർഗെയെ പോലെ ഒരു മുതിർന്ന നേതാവ്. അതാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ അങ്ങനത്തെ പാർട്ടിയാണല്ലോ. കാലാകാലങ്ങളായി കോൺഗ്രസ് നടത്തുന്ന നയോധന ഹിന്ദുക്കളുടെ എന്ത് കാര്യത്തെ തള്ളിപ്പറയുക. ഇനി ഖാർഗെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ സനാതനത്തെ ഇല്ലായ്മ ചെയ്യും, തകർക്കുമെന്ന്. ഖാർഗെ മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഖാർഗെയിൽ നിന്ന് വന്നത് രാജീവ് ഗാന്ധിയുടെ മനസ്സ് വായിക്കുകയാണ് ഖാർഗെ ചെയ്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ മനസ്സിലുള്ളതെന്തോ അത് ഖാർഗെയിലൂടെ പുറത്തു വിട്ടു. ഇത് ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുണ്ട്, 80% ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളുടെ വിശ്വാസത്തെ ആക്ഷേപിക്കുക മാത്രമല്ല അപമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഗംഗയിൽ കുളിച്ചാൽ എന്ത് കിട്ടും എന്ന് ചോദിക്കേണ്ട ഉത്തരവുണ്ടല്ലോ. ഗംഗ എങ്ങനെയാണ് ഭൂമിയിലേക്ക് വന്നത് എന്ന ഐതിഹ്യത്തിൽ കഥയുണ്ട്. കാരണം തൻ്റെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി ഭഗീരഥൻ എന്ന് പറയുന്ന ആൾ അത്യധ്വാനം ചെയ്ത് തപസ് ചെയ്ത് സാഹസം ചെയ്ത് ആകാശഗംഗയെ ഭൂമിയിലേക്ക് ഒഴുക്കുകയായിരുന്നു. അങ്ങനെ ഭൂമിയിലേക്ക് ഗംഗ നേരിട്ട് വന്ന് വീണാൽ ഭൂമി തകർന്നു പോകുമെന്നുള്ളതുകൊണ്ട് ശ്രീ പരമേശ്വരൻ്റെ ശിരസിൽ വന്ന് വീണിട്ട് അവിടെ നിന്നാണ് ഗംഗ ഭൂമിയിൽ പതിക്കുന്നതെന്നാണ് ഹിന്ദുക്കളുടെ വിശ്വാസം. ആകാശഗംഗയാണ് ഭൂമിയിലെ ഗംഗ. അത് പരമേശ്വരൻ്റെ ശിരസിനെ തഴുകിയിട്ടാണ് താഴോട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ പുണ്യം ഇരട്ടിച്ചു. ആ വിശ്വാസത്തിലാണ് ജനങ്ങൾ മുങ്ങി നിവരുന്നത്. അതിനെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സനാതന മതത്തെയും ഹിന്ദുത്വത്തെയും ഹിന്ദുമത വിശ്വാസികളെയും കോടിക്കണക്കിന്, ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കിന് ഹിന്ദു മതവിശ്വാസികളെയും അപമാനിക്കുകയാണ് ഖാർഗെ ചെയ്തിരിക്കുന്നത്. ഇതിനുള്ള ചുട്ട മറുപടി കോൺഗ്രസ് അനുഭവിക്കും. കിട്ടിയതൊന്നും പോരാ. കാരണം കോൺഗ്രസ് ഇന്ന് ഇസ്ലാമിസ്റ്റ് പാർട്ടിയാണ്. അതുകൊണ്ടാണ് അവരുടെ മതത്തെക്കുറിച്ച്, അന്യമതങ്ങളെക്കുറിച്ചൊന്നും ആക്ഷേപിക്കാൻ ധൈര്യമില്ലാതെ ഹിന്ദുക്കളെ നിരന്തരം ആക്ഷേപിക്കാൻ, കുംഭമേളയെക്കുറിച്ച് ഇത്ര നീചമായ തരംതാണ ആക്ഷേപം ഉന്നയിക്കാൻ ഖാർഗെയ്ക്ക് കഴിഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.